ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ആഗ്രഹിച്ചതെല്ലാം സഫലമായി എന്നൊരർത്ഥമാണ് എനിക്ക് ഈ സിനിമയുടെ ടൈറ്റിൽ കണ്ടപ്പോൾ തോന്നിയത്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ പായൽ കപാഡിയ. അവർ ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ഒരു വേറെ ലെവലിലേക്ക് ഈ സിനിമ എത്തിച്ചേരുന്നു. സത്യം പറയട്ടെ, കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു നോവൽ വായിച്ച പോലെ, ഒരു നല്ല കവിത വായിച്ച പോലെ, ഇത്രയും സൂപ്പർ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഓരോ രംഗം കാണിക്കുമ്പോഴും ഒരു വോയിസ് ഓവർലാപ്പ് വരുന്നുണ്ട്. ഒരു വശ്യമായ ശബ്ദത്തോടെ. അവരുടെ പേരെന്താ അറിയില്ല, ഞാൻ കുറെ തപ്പി നോക്കി പക്ഷെ കിട്ടുന്നില്ല. ഒരു രക്ഷയില്ല. ഇനി അഭിനയത്തിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ദിവ്യപ്രഭയും കനിക്കുസ്ഥിതി ഉണ്ടല്ലോ, മെച്ചുവേർഡ് ആക്ടിങ്. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മഞ്ജു വാര്യർ, ശോഭന ഒക്കെ അഭിനയിക്കുന്ന പോലെ. അത് ഉർവശി, അത്രയും നാച്ചുറൽ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആക്ടിങ്. അവർ വേറെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അവരുടെ അഭിനയം. എന്തുകൊണ്ടാണ് അവരെ സെലക്ട് ചെയ്തതെന്ന് ഈ സിനിമ കണ്ടാലേ നമുക്ക് ബോധ്യപ്പെടുള്ളൂ. അത്രയും സൂപ്പറായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഇപ്പോൾ OTT സ്ട്രീമിംഗ് കിട്ടുന്നുണ്ട്, എല്ലാവരും കാണണം. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സുമാരുടെ ജീവിതമാണ് പറയുന്നത് ചെറിയൊരു ഭാഗമായിട്ട്. കനകൃഷ്ണയും ദിവ്യപ്രഭയും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ അവരുടെ ലൈഫിലെ ചെറിയതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ, അവർ റൂംമേറ്റ്സും കൂടിയാണ് കേട്ടോ. ഈ സിനിമ എല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. പ്രണയം, സ്നേഹം, കാമം, സമരം, പ്രതിഷേധം, സൗന്ദര്യം, രോഗം, മരണം, എല്ലാം 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 ഫേസ് ചെയ്യുന്നുണ്ട് ഈ സിനിമ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിനെ പൂർണ്ണമായിട്ടും ഈ സിനിമയ്ക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതൊരു സിനിമയായിട്ട് നമുക്ക് തോന്നില്ല, അതൊരു ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടേ തോന്നുള്ളൂ. അത്രയും നാച്ചുറലായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങളാണ് കൂടുതൽ. കാരണം ഇനി വരാൻ പോണ ലോകം സ്ത്രീകളുടേതാണ്. അവരായിരിക്കും കൂടുതൽ ശക്തരായിട്ടുണ്ടാവുക. അത് പതിയെ മാറ്റം തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും സ്ത്രീകളുടെ പ്രതിഷേധമുണ്ട്. അവർ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയൊരു 5 വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയാവില്ല കാര്യങ്ങൾ. ഓരോ കുടുംബത്തിൽ പോലും കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇനി വരാൻ പോണ ലോകം സ്ത്രീകളുടേതാണ്. അത് അംഗീകരിച്ചാലില്ലെങ്കിലും അത് അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണണം. വളരെ നല്ലൊരു സിനിമയാണ്. സൂപ്പർ, അടിപൊളി, ഒന്നും പറയാനില്ല.